ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് നോക്കാം കേട്ടോ. ഞാൻ അവധിക്കാലം ആയപ്പോഴേക്കും മക്കൾക്ക് കഴിക്കാത്ത സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു ഒരെണ്ണമാണ്. അവധിയാണെങ്കിലും ഇനി സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതിനുവേണ്ടി ഒരു 4-5 കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. സാധാരണ ഇത് വെള്ളത്തിൽ ഇട്ടിട്ടായിരുന്നു കേട്ടോ പുഴുങ്ങിയെടുക്കാറ്. ഇത്തവണ ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ ഹെൽത്തി ആവുമല്ലോ. ഞാനിത് യൂട്യൂബിൽ അങ്ങനെ കണ്ടതാണ് കേട്ടോ, ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് നല്ലതെന്നുള്ളത്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുമേ. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് മാറ്റി തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. നമുക്ക് പുറത്ത് പിടിക്കാൻ പാകത്തിനാവുമ്പോഴേക്കും അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റാം. ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ്. ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും മതി. അത് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ അത് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ആ മധുരക്കിഴങ്ങിൻ്റെ തോലെല്ലാം നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കൈയും കൊണ്ടോ സ്പൂണും കൊണ്ടോ ഒക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാവേ. മിക്സിയിലിട്ട് അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം, അതിൻ്റെ ആവശ്യമില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ നല്ല മാവ് പോലെ ആയിട്ടുണ്ട്. ഇനി വേവാത്ത ഭാഗമൊക്കെ ചിലപ്പോൾ കാണും, അതൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. നാരൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയാൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. ആ ഒപ്പം തന്നെ അതിലേക്ക് ഉപ്പ് പൊടിയും ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാവേ. എന്നിട്ട് ആവശ്യത്തിന് ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ശർക്കര പാനി കുറച്ച് ഒഴിച്ചിട്ട് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം ഒഴിച്ചപ്പോഴത്തേക്കും കുറച്ച് കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഗോതമ്പ് മാവും കൂടെ അതിലേക്ക് ഇടേണ്ടി വന്നു. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതിപ്പം ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ മാവ് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു വാഴയിലേക്ക് പരത്തി ഏത് രീതിയിൽ വേണമെങ്കിലും പരത്താം. നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു കുമ്പിളപ്പത്തിൻ്റെ രീതിയിലാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത്. അല്ലാതെ നേരെ ഇലയുടെ ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതൊരു ഷേപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കോണായിട്ട് മടക്കി ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഇതാ പകുതിയോളം മാവ് ഓരോ ഇലയിലേക്കും വെച്ച് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി വെക്കാം. അതവിടെ ഇരുന്ന് വേവുന്ന സമയത്തിന് ഞാൻ പച്ച മധുരക്കിഴങ്ങ്, പുഴുങ്ങാത്ത മധുരക്കിഴങ്ങ് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. ഇതിങ്ങനെ ആരെങ്കിലും വറുത്ത് കഴിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മുടെ പൊട്ടറ്റോ ചിപ്സൊക്കെ പോലെ കപ്പയൊക്കെ വറുക്കുന്നത് പോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. ഇതിൻ്റെ ചെറിയൊരു മധുരവും ആ ക്രിസ്പിനെസ്സും കൂടെ ആകുമ്പം വേറൊരു ടേസ്റ്റാണ് ശരിക്കും കഴിക്കാനായിട്ട്. മക്കൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മാവില്ലേ, അതിൻ്റെ ബാക്കി ഉരുളകളാക്കി നമുക്ക് വറുത്തെടുക്കാം. ഇതിൽ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതേ മാവ് തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ചെറിയ ബോണ്ട പോലെ വറുത്തെടുക്കാം. ഇതിനും സാധാരണ നമ്മൾ പഴമിട്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റായിരുന്നു. വേറൊരു ടേസ്റ്റാണ് ഇതുവരെ കഴിക്കാത്തത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ മധുരക്കിഴങ്ങ് വെച്ച് നമുക്ക് 3 അല്ല 4 എണ്ണം വേണമെങ്കിൽ പറയാം. വലിയ ആൾക്കാർക്ക് അത് വെറുതെ പുഴുങ്ങിയിട്ടും കഴിക്കാം. ബാക്കി മക്കൾക്ക് ഇത് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഈ സമയമായപ്പോഴേക്കും നമ്മുടെ ഇലയുടെയും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മക്കൾക്ക് കൊടുക്കാവേ. അപ്പോൾ അവർ നേരത്തെ തൊട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചിങ്ങനെ മാറ്റി വെച്ചതാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ എണ്ണയിൽ വറുത്തെടുത്തതാണ് ഉരുളകളാക്കി. അതെന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എണ്ണയിൽ വറുത്തത് കൊണ്ട്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്